അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അടിയനർപ്പിച്ച കൃപാന്റെ ബലത്തിൽ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതയിൽ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും
നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്രേഷ്ഠ നീക്കുവാണ്. പ്രിയമുള്ളവരെ, എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരെ കുറിച്ചും ധ്യാനിക്കുന്ന ഒരു കാലമാണ്. പെസഹ കാലം കഴിയുമ്പോൾ ഉയർപ്പ് കാലം. ഉയർപ്പ് കാലത്തിന് പ്രധാനപ്പെട്ട പ്രമേയമാണ് എമ്മാവുസിലെ ശിഷ്യന്മാർ. ഞാൻ ചിലപ്പോഴൊക്കെ ഈ എമ്മാവുസിലെ ശിഷ്യന്മാർക്ക് എന്താ സംഭവിച്ചതെന്ന് ഓർക്കും. എമ്മാവുസിലെ ശിഷ്യന്മാരെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്ന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 32-ാം വാക്യം. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ. ഞാൻ എപ്പോഴും ചിന്തിക്കണത്, ഹൃദയം എന്നുള്ള വാക്ക് സുവിശേഷം ഉപയോഗിക്കുമ്പോൾ അതെപ്പോഴും വ്യാഖ്യാനിക്കപ്പെടേണ്ടത് സുവിശേഷത്തിൻ്റെ ഒരു ബയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചാണ്. ഇതിങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഹൃദയം ജ്വലിക്കുന്ന ഒരു പ്രക്രിയ ആണ് വചന കൈമാറ്റത്തിൽ ഒരു വിശ്വാസിക്ക് സംഭവിക്കേണ്ടത്. അതിനാണ് ഇവാഞ്ചലൈസേഷൻ എന്നൊക്കെ പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ വചന പ്രഘോഷണത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? ഹൃദയമാണ് അതിൻ്റെ ഫാക്കൽറ്റി എന്ന് പറയുന്നത്. അത് ജ്വലിപ്പിക്കണം. ഹൃദയം ഒരു ബയോളജിക്കൽ ഉപകരണമാണ്, അല്ലേ? ഒരു മോട്ടറല്ലേ, പമ്പിങ് മോട്ടറാണ്, ബ്ലഡ് പമ്പ് ചെയ്യണം. ബയോളജിക്കലായിട്ട് പറഞ്ഞാൽ ശരിക്കും ബ്ലഡ് പമ്പ് ചെയ്യുന്നൊരു മോട്ടറാണ്. പക്ഷേ സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ ആത്മീയമായ ഹൃദയത്തിന് യേശു കർത്താവാണെന്ന് സന്ദേശം സ്വീകരിച്ചുകൊണ്ട് ഹൃദയത്തെ ജ്വലിപ്പിക്കണമെങ്കിൽ രക്ഷയുടെ സുവിശേഷമാണ് സ്വീകരിക്കുമ്പോഴാണ് ഹൃദയം ജ്വലിക്കുന്നത്. അത് ഈശോ പറയണ്ട്. എന്താ പറയണത്? മിശിഹ ഇതെല്ലാം സഹിച്ച്, എന്നെ ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയേറേണ്ടത് ആവശ്യമായിരുന്നില്ലേ? ലൂക്ക 24:26. ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? അപ്പൊ ഹോൾ രക്ഷാകര ചരിത്രത്തിന്റെ സാരസംഗ്രഹമായ ഈ വചനമാണ് ഹൃദയം അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് ഇത് ഉദ്ദീപിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് സെൻറ്റ് പോളും ആദിമ സഭയെല്ലാം ഹൃദയത്തിലേക്കാണ് വചനം കൊടുക്കുന്നത്. രക്ഷാ സുവിശേഷത്തിന് ബുദ്ധിപരമായ ഒരു തലമില്ല. നമ്മൾ ഏതോ കാലത്ത് രക്ഷാസുവിശേഷം ബുദ്ധിപരമായൊരു ഫാക്കൽറ്റിയുടെ വിഷയമാക്കി മാറ്റിയത് നിസ്സാര രീതിയിലല്ല മിഷനെ ബാധിച്ചിരിക്കുന്നത്. രക്ഷാകരമായ പദ്ധതി ഒരു ഇൻ്റലക്ച്വൽ വിഷയമല്ല ശരിക്കും. അതൊരു ഹൃദയംഗമമായ വിഷയമാണ്. അതുകൊണ്ടാണ് ആദിമസഭയുടെ ടോട്ടൽ കൺസെപ്റ്റ് അതാണ് 10:9 കണ്ട രക്ഷ എങ്ങനെ പ്രാപിക്കണമെന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് അക്കാഡമിക് ബിസിനസ്. അതൊരു ഇൻ്റലക്ച്വൽ പ്രോസസ്സുമല്ല. രക്ഷ പ്രാപിക്കണേ എങ്ങനെയാണ്? റോമ 10:9. ആകയാൽ യേശു കർത്താവാണ് എന്ന്, അതാണ് യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ, ഹൃദയം ജ്വലിക്കുന്നത് ഒറ്റ വിഷയത്തിലാണ്. യേശു ദൈവം അവനെ മരിച്ചവൻ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. ഈ ഒരു വിശ്വാസം ആ ഹൃദയത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവൻ നമ്മോട് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ എന്ന് എമ്മാവുസ് ശിഷ്യന്മാർ പറയണില്ലേ? അപ്പം അവൻ എന്താ സംസാരിച്ചത്? അവൻ സംസാരിച്ചത് റോമ 10:9 അനുസരിച്ചുകൊണ്ട് യേശു കർത്താവാണെന്നാണ് സംസാരിച്ചത്. അവർ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരികയിരുന്ന ആ രക്ഷയുടെ അനുഭവം കിട്ടിയ ആൾക്കാരെ എന്താണ്
അവർ കണ്ണ് തുറന്നെന്നാ പറയണത്. ലൂക്ക 24:30-31. ലൂക്ക 24:30-31. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. അവർ അവനെ മുറിച്ചപ്പോഴേ കണ്ണ് തുറന്നു. എന്തപ്പമാണ് മുറിച്ചിരിക്കുന്നത്? ഈ വചനങ്ങളെല്ലാം കേട്ട് ഹൃദയം ജ്വലിപ്പിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കുമെന്ന് പറഞ്ഞ ജീവൻ്റെ അപ്പമാണ് അവൻ മുറിച്ചിരിക്കുന്നത്. അതോടുകൂടി ആ മുറിക്കപ്പെട്ട നിമിഷങ്ങളിൽ അവരുടെ കണ്ണ് തുറന്നു. അവരെന്താ കണ്ടിരിക്കണത്? അകലെ കല്ലറ കണ്ടു. കല്ലറയുടെ കൂടെ കാൽവരി കണ്ടു. കാൽവരിയുടെ കൂടെ കൂട്ടായ്മ കണ്ടു. അവരെടുത്തൊരു ഓട്ടമാണ് ഓടണം. എന്തിനാണ്? ആ കൂട്ടായ്മയിലേക്കും ആ കൂട്ടായ്മയിലൂടെ ഭാഗമാകുമ്പോൾ ലഭിക്കാൻ പോകുന്ന കാൽവരിയെക്കുറിച്ചും ആ കാൽവരിയുടെ നിത്യസമ്മാനമായ കല്ലറയെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും ആണ് അവർ തിരിച്ചു പോകുന്നത്. ഓരോ അപ്പമൃഗ ശുശ്രൂഷയും ഓരോ പെസഹവാരവും കല്ലറ കാൽവരിയും കൂട്ടായ്മയും തിരിച്ചറിഞ്ഞുകൊണ്ട് ഐക്യപ്പെടാനുള്ള ദൈവത്തിൻ്റെ വിളിയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും. പേര് നീതു. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു ഹിന്ദി അധ്യാപികയാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 മെയ് 5-നാണ്. കൃപാസനത്തെപ്പറ്റി ഞാൻ അറിയാനിടയായത് എൻ്റെ ഒരു ബന്ധു വഴിയാണ്. ആ ചേച്ചിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് നൽകി. അപ്പം എനിക്കും തോന്നി അമ്മ മാതാവ് എന്നെയും അനുഗ്രഹിക്കുമെന്ന്. ഞാൻ അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. എൻ്റെ ഉടമ്പടിയിലെ ആദ്യത്തെ നിയോഗം എന്ന് പറയുന്നത് എനിക്കൊരു സർക്കാർ ജോലി കിട്ടുക എന്നതാണ്. അതിനുവേണ്ടി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്, പ്രതീക്ഷിച്ചിട്ടുണ്ട്. അതെനിക്ക് കിട്ടുമെന്നത് എൻ്റെ സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഞാൻ അപ്പോൾ ഒരു കോളേജിൽ വർക്ക് ചെയ്യുകയായിരുന്നു. അതിനുവേണ്ടി ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അപ്പോഴും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നത്, അമ്മേ, ഈ കോളേജിൽ നിന്ന് ഇറക്കുമ്പോൾ എന്നെ ഒരു ഗവൺമെൻറ് സർവീസിലോട്ടായിരിക്കണം അമ്മ എത്തിക്കേണ്ടതെന്ന്. പക്ഷെ അന്ന് ഉടമ്പടിയിലെ കാര്യങ്ങൾ എനിക്ക് കൃത്യമായി പാലിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതെൻ്റെ ഒരു തെറ്റായിരുന്നു. പക്ഷെ അമ്മ എന്നെ പകുതി രീതിയിൽ അനുഗ്രഹിച്ചു. അമ്മ എനിക്ക് ഡെയിലി വേജായിട്ട് ഗവൺമെൻറ് സർവീസിൽ എനിക്ക് ജോലി തന്നു. ഞാനങ്ങനെ ഒരു വർഷക്കാലം ഡെയിലി വേജായിട്ട് ഹിന്ദി ടീച്ചറായിട്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് സ്ഥിരമായി ഒരു ഗവൺമെൻറ് ജോലി കിട്ടുക എന്നതാണ്. അങ്ങനെ എൻ്റെ ഉടമ്പടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു രണ്ടാമത് ഞാൻ ഒന്നുകൂടി വന്ന് ഉടമ്പടി എടുക്കാമെന്ന്, ഉടമ്പടി പുതുക്കാനായിട്ട്. അതിനു മുൻപ് എൻ്റെ ഒരു ഫ്രണ്ട് മുഖേന എന്നോട് പറഞ്ഞു, എയ്ഡഡ് സ്കൂളുകളിൽ ടീച്ചേഴ്സിനെ എടുക്കും, ഗവൺമെൻറ് ജോലിയാണ്, ഒന്ന് ശ്രമിച്ചു നോക്കൂ നീ എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് പ്രതീക്ഷയില്ല. കാരണം ലക്ഷങ്ങൾ മുടക്കിയാണ് എയ്ഡഡ് സ്കൂളുകളിൽ കയറേണ്ടത്. ഒരു പ്രതീക്ഷയുമില്ല. ലക്ഷങ്ങൾ കൊടുക്കാനൊന്നും എൻ്റെ കയ്യിലില്ല. ഞങ്ങൾ 3 പെൺപിള്ളേരാണ്. അച്ഛൻ ഓട്ടോ ഓടിക്കുകയാണ്. എന്നെ കല്യാണം കഴിച്ചിട്ടുണ്ട്. 2 മക്കളുണ്ട്. ഹസ്ബൻഡ് ഹോട്ടലിൽ വർക്ക് ചെയ്യാണ്. ഒരു രീതിയിലും പൈസ മുടക്കി കയറാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു. ഒരു പ്രതീക്ഷയുമില്ലാതെ ഞാനങ്ങനെ എൻ്റെ ബയോഡേറ്റ എല്ലാം വെച്ച് അച്ഛനെ പോയി കണ്ടു. എയ്ഡഡ് സ്കൂളിലെ മാനേജറെ കൊണ്ട് കൊടുത്തു. ഞാനപ്പം പ്രതീക്ഷയില്ലാതാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. കാരണം എനിക്ക് കിട്ടത്തില്ല. അങ്ങനെ ഞാൻ വീണ്ടും ആ സ്കൂളിൽ ഡെയിലി വേജായി വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കാനായിട്ട് മാർച്ച് 30, 2026 ഇവിടെ എത്തി ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ വിചാരിച്ച ആദ്യ കാര്യം എന്നത് എനിക്ക് അമ്മ മാതാവിനെ ഒന്ന് കയ്യിലെടുക്കണം. എൻ്റെ നിയോഗം അമ്മ മാതാവിൻ്റെ കാൽക്കീഴിൽ എനിക്ക് വെച്ച് പ്രാർത്ഥിക്കണം. പക്ഷെ അതും കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുമില്ലായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് അമ്മ മാതാവിനെ കിട്ടി. അന്ന് ഞാൻ വിചാരിച്ചു അമ്മ മാതാവ് എന്നിൽ അനുഗ്രഹം ചൊരിയാൻ തുടങ്ങിയെന്ന്. അങ്ങനെ ഞാൻ ഉടമ്പടി നല്ല രീതിയിൽ കൊണ്ടുപോയി, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തി. എല്ലാ രീതിയിലും എൻ്റെ അമ്മ മാതാവിനെ ഒപ്പം കൂട്ടിയാണ് ഞാൻ നടന്നിരുന്നത്. ഒരുപാട് സമയം ഞാൻ പ്രാർത്ഥിച്ചു. എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു. അങ്ങനെ ആ വർഷം കഴിഞ്ഞു. ജൂണ് അടുത്ത അധ്യയന വർഷം തുടങ്ങാൻ പോവുകയാണ്. എനിക്ക് ആ സ്കൂളിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു.
അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, ഇവിടുന്ന് ഇറങ്ങുമ്പോൾ എനിക്കൊരു ഗവൺമെൻറ് സർവീസിൽ കയറണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നല്ലോ, അമ്മ മാതാവ് അതെനിക്ക് തന്നില്ലല്ലോ. അപ്പോഴും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ പറയുന്നത്, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാനത് നിനക്ക് തരും. അപ്പോൾ ഞാനൊരു സാക്ഷ്യം കേട്ടപ്പോൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ അറിഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ ജൂൺ 7 അമ്മ മാതാവ് 2024 ഡിസംബർ 7-ാം തീയതിയാണ് അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. 2004 ഡിസംബർ 7-നാണ് അമ്മ മാതാവ് അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ടത്. അപ്പം ജൂൺ 7 എന്ന ഒരു ഡേറ്റാണ് എൻ്റെ മനസ്സിൽ വന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അധ്യയന വർഷം തുടങ്ങുന്നത് ജൂണിലാണ്, അപ്പം ജൂൺ 7 എന്നൊരു ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിക്കാമെന്ന്. പക്ഷേ പിന്നാണ് ഞാൻ അത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ജൂൺ 7 എന്നതൊരു സൺഡേ ആണ് എന്ന്. അപ്പോൾ എൻ്റെ പ്രതീക്ഷകളൊട്ടും പോയില്ല. ഞാൻ അതുപോലെ തന്നെ പ്രാർത്ഥിച്ചു. 7 എന്നൊരു ഡേറ്റ് എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാനങ്ങനെ പ്രാർത്ഥിച്ചു. മെയ് 31 എവിടെ നിന്നും കോളും ഒന്നും വരുന്നില്ല. ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ ഞാൻ പ്രാർത്ഥന മുടക്കിയില്ല, സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നു. അമ്മയുടെ രാവിലത്തെ അച്ഛൻ്റെ പ്രാർത്ഥന ഞാൻ വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ ആക്കി ചെയ്തു. അപ്പോഴും ഞാൻ മുറുകെ പിടിച്ചിരുന്നു, എനിക്ക് കിട്ടും, എനിക്ക് ജൂൺ 7 എന്നൊരു ഡേറ്റ് ഉണ്ടെങ്കിൽ എനിക്കത് കിട്ടും എന്നതാണ്. അപ്പോഴും ജൂൺ 7 ഒരു സൺഡേ ആണ്. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ആദ്യം വർക്ക് ചെയ്ത സ്കൂളിൽ ഒരു ഇൻ്റർവ്യൂ വിളിച്ചു. അപ്പം ഞാൻ വീണ്ടും വിചാരിച്ചു അവിടെ തന്നെ ഇൻ്റർവ്യൂവിന് പോകാമെന്ന്. ആ ഇൻ്റർവ്യൂ വിളിച്ചത് ജൂൺ 3-ാം തീയതിയാണ്. ഞാൻ 3-ാം തീയതി അവിടെ ചെല്ലുകയും അമ്മയുടെ ഉപ്പ് ആരും കാണാത്ത, ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഞാൻ പ്രാർത്ഥിച്ചു ഇട്ടു. ഞാൻ ആ ഇൻ്റർവ്യൂ പാസ്സായി. ഞാൻ ആ ഇൻ്റർവ്യൂവിന് ഇറങ്ങി വന്നപ്പോഴത്തേക്കും എന്നെ അച്ഛൻ വിളിക്കുകയാണ്, നീതു അല്ലേ? ഞാൻ പറഞ്ഞ അതേ അച്ഛ, കാരണം എനിക്ക് ഫാദറിന് ഞാൻ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്രയും ജോലിയായോ? ഞാൻ പറഞ്ഞു ഇല്ല അച്ഛാ, എത്രയും പെട്ടെന്ന് ഇവിടം വരെ ഒന്ന് വരണം. ഞാൻ പറഞ്ഞു ശരി അച്ഛാ എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. എൻ്റെ സർട്ടിഫിക്കറ്റും എല്ലാം എടുത്തുകൊണ്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയി. അവിടെ ചെന്നിട്ട് എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ ഇൻ്റർവ്യൂവിനാണ് ഞാൻ പോകുന്നതെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ എപ്പോഴും എൻ്റെ കൂടെ കാശുരൂപവും ഉപ്പും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ആ സ്ഥാപനത്തിൽ ഞാൻ ചെല്ലുമ്പോൾ തന്നെ ആരും കാണാതെ ചവിട്ടാതെയും സ്ഥലത്ത് ഞാൻ ഉപ്പിടുമായിരുന്നു. എൻ്റെ ഷോളിൽ ഞാൻ കാശുരൂപം പിൻ ചെയ്ത് വെക്കുമായിരുന്നു. ഞാൻ അതേൽ ഇങ്ങനെ തൊട്ടുകൊണ്ടാണ് അച്ഛൻ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ പിറ്റേ അച്ഛൻ പറഞ്ഞു, കുട്ടിയെ എടുക്കുകയാണ്, പക്ഷേ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഈ സ്കൂളിനെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു, അതിനെല്ലാം വളരെ നല്ല രീതിയിൽ ഞാൻ എൻ്റെ അമ്മയുടെ അനുഗ്രഹത്താൽ പെർഫോം ചെയ്തു. അങ്ങനെ ജൂൺ 4-ാം തീയതി എന്നെ ആ സ്കൂളിലോട്ട് വിട്ടു. അപ്പം ഞാൻ വിചാരിച്ചു അമ്മേ ജൂൺ 7 ഞാൻ പറഞ്ഞത്, പക്ഷെ ഞാൻ കണക്ട് ചെയ്ത് നോക്കി. ജൂൺ 3-ന് അച്ഛൻ വിളിക്കുന്നു, ജൂൺ 4-ന് എന്നെ സ്കൂളിലോട്ട് അയക്കുന്നു. അപ്പം ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പം 4ഉം 3ഉം 7 എന്നൊരു ഡേറ്റ് അവിടെ കിട്ടി. എനിക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല. അതിനുശേഷം ഞാൻ സ്കൂളിൽ ചെന്നു. അവിടെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് എൻ്റെ അപ്പോയിൻമെൻ്റ് ഓർഡർ തന്നു. ജൂൺ 7 ഇന്ന് അമ്മയുടെ സാക്ഷിയായി എന്നെ ഇവിടെ എത്തിച്ചു. അത് എനിക്ക് വലിയൊരു അനുഗ്രഹമാണ് അമ്മ തന്നത്. അവിടെ ഉള്ളവരും പറഞ്ഞു, എങ്ങനെയാണ് അവിടെ ജോലി ചെയ്യുന്ന ടീച്ചേഴ്സ്, ബാക്കിയുള്ളവരെല്ലാവരും എന്നോട് ചോദിച്ചു, സഭയ്ക്ക് മാത്രമേ, സഭയിലുള്ളവർക്ക് മാത്രമേ ഇവിടെ ജോലി കൊടുക്കുകയുള്ളൂ, ഒരു ഹിന്ദുവായ നീ എങ്ങനെ ഇവിടെ എത്തി? അപ്പോഴും എനിക്ക് മറുപടി ഇല്ല പറയാൻ. കാരണം എൻ്റെ അമ്മ മാതാവാണ് ഇന്നൊരു ഗവൺമെൻറ് ജോലി തന്ന് എന്നെ അനുഗ്രഹിച്ചത്. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായി ചെയ്തത് പത്രങ്ങൾ വാങ്ങിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ കൊണ്ടു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ ചോറും പൊതി കൊണ്ടു കൊടുക്കാറുണ്ട്. പിന്നെ ആത്മീയ ജീവിതം ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മയെ കൈവിടാതെ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ ഫോണിൽ ഞാൻ അമ്മയുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് പ്രാർത്ഥനകളും എല്ലാം വെച്ചിട്ട് ഞാൻ എനിക്ക് എന്തെങ്കിലും മനസ്സിനൊരു വിഷമം വന്നാൽ ഉടനെ ഞാൻ ഫോൺ ഓണാക്കിയിട്ട് ഞാൻ അമ്മയെ പെട്ടെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ബൈബിള് അരമണിക്കൂർ വായിക്കുമായിരുന്നു, എന്നും വായിക്കുമായിരുന്നു, മുടങ്ങാതെ വായിക്കുമായിരുന്നു. ഡെയിലി ബ്രെഡ് ഞാൻ കൂടുമായിരുന്നു അച്ഛൻ്റെ. അതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്ന സമയത്ത് അച്ഛൻ്റെ ധ്യാനം ഞാൻ ഓൺലൈനായിട്ട് കൂടുമായിരുന്നു. ഞാൻ ഇവിടെ വന്ന സമയത്ത് എനിക്ക് അച്ഛനെ ഒന്ന് കണ്ട് എൻ്റെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം, എനിക്കൊരു ജോലി ശരിയാക്കി തരണമെന്ന് അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇവിടെ വന്നു. പക്ഷേ അന്ന് എൻ്റെ കയ്യിൽ സർട്ടിഫിക്കറ്റുകളൊന്നും ഇല്ലായിരുന്നു. എനിക്കറിയത്തില്ലായിരുന്നു സർട്ടിഫിക്കറ്റുമായിട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്ക് അച്ഛനെ കയറി കണ്ട് പ്രാർത്ഥിക്കാൻ പറ്റൂ എന്ന്. എൻ്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ല. അപ്പം ഞാൻ ഇവിടെ വന്ന് ഒരുപാട് വിഷമിച്ചു.
അമ്മേ ഞാൻ എന്ത് ചെയ്യും? അപ്പോഴും അമ്മ എന്നോട് മനസ്സിൽ പറയുന്നത്, നീ വിഷമിക്കണ്ട, നിനക്ക് ഇന്ന് തന്നെ അച്ഛനെ കാണാൻ പറ്റും എന്നാണ്. അപ്പം ഞാൻ പെട്ടെന്ന് വീട്ടിലോട്ട് ഫോൺ ചെയ്തു. എനിക്ക് ചങ്ങനാശ്ശേരിയാണ്, പോയിട്ട് എടുത്ത് വരുമ്പോഴത്തേക്കും സമയം പോവും. ഞാൻ വീട്ടിലോട്ട് ഫോൺ ചെയ്തു. എൻ്റെ മോളെ അതിന് 2 ദിവസം മുൻപ് ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ കാണിച്ചിട്ടുണ്ട്. മോളെ ഇതാണ് എൻ്റെ സർട്ടിഫിക്കറ്റുകൾ എന്ന്. അങ്ങനെ അവൾക്കത് അറിയാമായിരുന്നു. അവൾ പെട്ടെന്ന് പറഞ്ഞു, അമ്മേ ഞാൻ ഇത് എടുത്തു തരാം. ഞാൻ പിന്നെ പെട്ടെന്നൊരു കമ്പ്യൂട്ടർ സെൻറ്ററിൽ വിളിച്ച് ആ കുട്ടിയോട് പറഞ്ഞു, ഇതൊന്ന് എത്രയും പെട്ടെന്ന് PDF ആക്കി എൻ്റെ ഫോണിൽ ഇട്ട് തരുമോ? എന്തുകൊണ്ടോ അവർക്കന്ന് തിരക്ക് കുറവായിരുന്നു. അവരത് അത്രയും പെട്ടെന്ന് PDF ആക്കി ഫോണിൽ ഇട്ട് തന്നു. ഞാൻ ഇവിടെ വാതുക്കയിൽ ചെന്നിട്ട് അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റുകൾ എടുത്തു. അപ്പം പെട്ടെന്ന് തന്നെ എനിക്കിവിടെ അച്ഛനെ കാണാൻ പറ്റി. ഞാൻ അച്ഛനോട് കരഞ്ഞു പറഞ്ഞു, അച്ഛാ ഇതാണ് എൻ്റെ വിഷമം, എനിക്കൊരു സർക്കാർ ജോലി തരണം എന്ന്. അച്ഛൻ്റെ കയ്യിൽ ഒരു ബയോഡേറ്റ കൊടുത്തിട്ടുണ്ട്. അധ്യയന വർഷം തുടങ്ങുമ്പോൾ എനിക്ക് ആ ജോലി അച്ഛൻ വാങ്ങിച്ചു തരണം. അമ്മ മാതാവിനോട് പറഞ്ഞ് എനിക്ക് ആ ജോലി വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ജോസഫ് അച്ഛൻ എന്നോട് പറഞ്ഞു, ഒരേ ഒരു കാര്യമുള്ളൂ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകാം എന്ന്, സാക്ഷിയാക്കണം എന്നെ എന്ന് പ്രാർത്ഥിച്ചു പോയിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ അന്നു മുതൽ എൻ്റെ പ്രാർത്ഥനയോടൊപ്പം പറയുന്നൊരു വാക്കാണ്, അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണേ എന്ന്. അമ്മ മാതാവിന് എല്ലാത്തിനും നന്ദി. എനിക്ക് നന്ദി പറയാനല്ല, എനിക്ക് അതിൽ കൂടുതൽ എനിക്ക് പറയാൻ പറ്റുന്നില്ല, എനിക്ക് വാക്കുകളില്ല. കാരണം ഞാൻ ഏറെ ആഗ്രഹിച്ച ഒരു ജോലിയാണിത്. ഇത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇതെൻ്റെ കഴിവല്ല, എൻ്റെ അമ്മയുടെ കൃപ മാത്രമാണ്. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. സങ്കീർത്തനം 23 2-ാം വചനമാണ്. നല്ലിടയൻ തൻ്റെ ആടുകളെ പച്ചപ്പുള്ള സ്ഥലത്തേക്ക്, ജലാശയത്തിലേക്ക് നയിക്കുന്നത് പോലെയാണ് ഉടമ്പടി മക്കളെ ദൈവം പച്ചപ്പുള്ള ആ ജലാശയത്തിലേക്ക് നയിക്കുന്നത്. ഓരോ മക്കളുടെയും സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഈശോയുടെയും അമ്മയുടെയും കൃപ നിറഞ്ഞ അനുഗ്രഹങ്ങളുടെ വലിയ സാക്ഷ്യങ്ങളാണ്. കാരുണ്യ പ്രവൃത്തികൾ, ആത്മീയ ജീവിതമൊക്കെ പറ്റാവുന്ന രീതിയിൽ അക്രൈസ്തവയായി മകള് ആ ദൈവത്തെ ഈശോയുടെ അമ്മയോട് ചേർന്ന് നിന്ന് തന്നെയാണ് ഉടമ്പടി ജീവിതം നയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ എല്ലാ ആശങ്കകളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. പച്ചപ്പുള്ള മേച്ചിൽ പുറങ്ങളിലേക്ക് നമ്മയെയും കൈപിടിച്ച് നയിക്കട്ടെ എന്ന് പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മുടെ എല്ലാ പ്രതീക്ഷകളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നീതും മുരളിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. യേശുവേ കേരളത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തിയതിന് ഈശോപ്പയ്ക്കും അമ്മ മാതാവിനും ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അഞ്ജിത, ഞാൻ വരുന്നത് ആലപ്പുഴയിൽ നിന്നാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2025 ഏപ്രിൽ 14 എൻ്റെ നേഴ്സിംഗ് പഠനത്തിന് ശേഷം എനിക്ക് ജർമ്മൻ പഠിക്കണമെന്ന് വളരെയധികം ആഗ്രഹമായിരുന്നു. ഞാൻ ജർമ്മൻ A1 ലാംഗ്വേജും A1 ലെവലും A2ഉം ഓൺലൈനാണ് പഠിച്ചത്. B1 ഞാൻ ഓഫ്ലൈൻ പഠിച്ചു. ആ സമയത്ത് എനിക്കൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് ഒരവസരം കിട്ടി. ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പക്ഷേ എനിക്ക് പറയാനൊന്നും പറ്റില്ല. എനിക്ക് ആ ഇൻ്റർവ്യൂവിൽ എനിക്ക് കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. എനിക്ക് ആകെ പറയാൻ സാധിച്ചത് ഞാൻ പഠിച്ചു വെച്ച എൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷൻ മാത്രമായിരുന്നു. എൻ്റെ എംപ്ലോയർ ഇങ്ങോട്ട് പറയുന്ന എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ എനിക്കൊരു ഇംഗ്ലീഷ് വാക്ക് പോലും എനിക്ക് ആ ഇൻ്റർവ്യൂവിൽ പറയാൻ സാധിച്ചില്ല. അപ്പോൾ എൻ്റെ എംപ്ലോയർ എന്നോട് ചോദിക്കുക, താൻ എന്തിനാണ് ഇത്രയും നാളായിട്ട് ജർമ്മൻ പഠിക്കുന്നത്? തനിക്ക് ഒരു ലെവലും ഇല്ല തനിക്ക് പഠിക്കാൻ. താൻ ജർമ്മൻ പഠനം നിർത്തിയിട്ട് വേറെ എന്തിനെങ്കിലും പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായി. കാരണം ഇത്രയും പൈസ മുടക്കി നമ്മൾ പഠിച്ചിട്ടും ഒരു രീതിയിൽ നമുക്കൊരു പഠിത്തം ഫുള്ള് നല്ല ലെവലിൽ അങ്ങോട്ട് പറയാനും സാധിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് വിഷമമായി. അതിനുശേഷം ഞാൻ B1 പഠിച്ചു, ഞാൻ B2ഉം പഠിച്ചു കഴിഞ്ഞു. എക്സാം എഴുതി നോക്കാം എന്നുള്ളൊരു മൈൻഡായി. അങ്ങനെ ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തു. എക്സാമിന് ഡേറ്റ് ഹ്യോറനും സ്പീക്കിങ്ങുമാണ് ഞാൻ എടുക്കുന്നത്. സ്പീക്കിങ്ങിന് എനിക്ക് ഭയങ്കര എൻ്റെ മെറിറ്റിലാണ് ഞാൻ കൂടുതൽ വിശ്വസിച്ചിരുന്നത്. എനിക്ക് സ്പീക്കിങ് നല്ല രീതിയിൽ സംസാരിക്കാൻ സാധിക്കും, എനിക്ക് എന്തായാലും ഈ എക്സാം പാസ്സാകും എന്നുള്ളൊരു മൈൻഡാണ് എനിക്ക് ഫുള്ള്. ഹ്യോറൻ ഞാൻ എന്തൊക്കെയോ പഠിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ എക്സാമിന് ഞാൻ എക്സാം ഹാളിൽ കയറി. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ പറഞ്ഞെന്നാണ് എൻ്റെ വിചാരം. പക്ഷേ എൻ്റെ റിസൾട്ട് വന്നപ്പോൾ
എനിക്ക് വെറും 30 മാർക്കാണ് കിട്ടിയത്. 100-ൽ വെറും 30, 60 മാർക്ക് വേണം പാസ് മാർക്ക്. അപ്പോൾ എൻ്റെ ആൻറ്റി എൻ്റെ ചിറ്റ എന്നോട് പറഞ്ഞു നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നല്ലേ, നീ എന്താ നിൻ്റെ മെറിറ്റിൽ നീ വിശ്വസിക്കുന്നത്, മാതാവിൻ്റെ ഗ്രേസിൽ വേണം വിശ്വസിക്കാൻ. അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയാം, എനിക്ക് സ്പീക്ക് ചെയ്യാനൊക്കെ നന്നായിട്ട് അറിയാം, ഞാൻ നന്നായിട്ട് സ്പീക്ക് ചെയ്യും എന്നുള്ളൊരു മൈൻഡായി എനിക്ക് ഫുള്ള്. ഞാൻ ഉടമ്പടി എടുത്തെങ്കിലും ഞാൻ രാവിലെയും വൈകുന്നേരം പ്രാർത്ഥിക്കും. പക്ഷെ ഞാൻ ബൈബിൾ വായിക്കുകയോ ഉപവാസം എടുക്കുകയോ അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനം കാണുകയോ ഒന്നുമില്ല, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യത്തില്ല. പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ലായിരുന്നു. കാരണം ഞാൻ ഈ ഉടമ്പടി ധ്യാനത്തിന് അവിടെ വന്നിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഉറക്കം വരും എനിക്ക് ചെയ്യുന്നത്, എനിക്ക് കൂടുതലൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എൻ്റെ രണ്ടാമത്തെ സെൻറ്റർ ഞാൻ എടുത്തു. പക്ഷേ എനിക്ക് ആ സമയത്ത് സെൻറ്ററൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. ഞാൻ കുറേ ശ്രമിച്ചു സെൻറ്റർ കിട്ടാനായിട്ട്. ആ സമയത്തൊന്നും സെൻറ്റർ കിട്ടുന്നില്ല. അപ്പോൾ എന്നോട് ഉടമ്പടി എടുത്തൊരു ചേച്ചി എന്നോട് പറയുക, നീ ഉടമ്പടി എടുത്തിട്ട് നീ എന്താ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തിയും ചെയ്യാത്ത, അതൊക്കെ ചെയ്യണം, അതൊക്കെ ചെയ്താലേ നിനക്ക് ഉടമ്പടിയിൽ നല്ല രീതിയിൽ നിനക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ എന്ന്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം തന്നെ എനിക്ക് ഇവിടുന്ന് കിട്ടിയ പത്രവുമായിട്ട് ഞാൻ ആശുപത്രിയിലേക്ക് പോയി. എന്നെക്കൊണ്ട് സാധിക്കുന്ന കുറച്ച് ചോറ് പൊതി ഞാൻ എൻ്റെ അമ്മയായിട്ട് ഉണ്ടാക്കി ഞാൻ പോവുകയാണ്. അങ്ങനെ ഞാൻ രോഗികൾക്ക് പത്രം കൊടുത്തു, ചോറ് പൊതി കൊടുത്തു, അവരോട് പറഞ്ഞു പ്രാർത്ഥിക്കണം, എനിക്ക് എത്ര ശ്രമിച്ചിട്ടും എനിക്ക് നെക്സ്റ്റ് എക്സാം എഴുതാനുള്ള സീറ്റ് കിട്ടുന്നില്ല, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതെല്ലാം കൊടുത്ത് തിരിച്ചു വന്നപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഏജൻസിയിൽ നിന്ന് മെസ്സേജ് അയക്കുക, നിനക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്, ചെന്നൈയിലാണ്, റൈറ്റിങ്ങും സ്പീക്കിങ്ങുമാണ്. ആ സമയത്തും ഞാൻ എൻ്റെ മെറിറ്റിലാണ് കൂടുതലും പിന്നെയും വിശ്വസിക്കുന്നത്. അതിനിടയ്ക്ക് എനിക്ക് വീണ്ടും ഒരു ഇൻ്റർവ്യൂ വരികയാണ്. അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം ആദ്യം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് ഒരു മെറിറ്റും ഇല്ല, നീ പഠിത്തം നിർത്തിക്കോ എന്നുള്ളതാണ് പറഞ്ഞത്. എനിക്ക് പിന്നെ അപ്പോൾ ഇൻ്റർവ്യൂ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ അമ്മ മാതാവിൻ്റെ കാശുരൂപം ഞാൻ മുറുക്കെ പിടിച്ചുകൊണ്ട് ഞാൻ ഇൻ്റർവ്യൂവിലിരുന്നു. ഞാൻ സംസാരിക്കുന്നതെല്ലാം ഞാനാണോ സംസാരിക്കുന്നവരെ എനിക്ക് ഭയങ്കര അത്ഭുതപ്പെട്ടു പോയി. കാരണം എംപ്ലോയർ ചോദിക്കുന്നതിനെല്ലാം ഞാൻ ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുക, ഭയങ്കര സ്പീഡിലാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒന്നും ഞാൻ നിർത്തുന്ന പോലും ഇല്ല. അങ്ങനെ എനിക്ക് ആ ഇൻ്റർവ്യൂ കിട്ടി. അങ്ങനെ എൻ്റെ കോൺട്രാക്റ്റ് വന്നു. അപ്പോഴും എനിക്ക് ഒരു മൊഡ്യൂളേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ, ബാക്കി 3 മൊഡ്യൂൾ പിന്നെയും പെൻഡിങ് ആണ്. അങ്ങനെ രണ്ടാമത്തെ എനിക്ക് എക്സാം എഴുതാനായിട്ട് സ്ലോട്ട് കിട്ടി, റൈറ്റിങ്ങും സ്പീക്കിങ്ങിനും. അപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ മെറിറ്റിലാണ് വിശ്വസിച്ചുകൊണ്ടിരുന്നതെന്ന്. അതിൻ്റെ എക്സാം എഴുതി അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിക്കണമെന്നൊക്കെ ഞാൻ ഇവിടുന്ന് പോയപ്പോൾ ഓർത്തിട്ട് പോയി. പക്ഷേ എനിക്ക് അവിടെ ചെന്ന് ടെൻഷൻ അടിച്ചപ്പോൾ എല്ലാം ഞാൻ മറന്നുപോയി, ഉപ്പ് ഒന്നും ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചില്ല. തിരിച്ചു വരുമ്പോഴാണ് ഞാൻ ഉപ്പിൻ്റെ കാര്യമൊക്കെ ഓർക്കുന്നത്. അപ്പോഴും എൻ്റെ റിസൾട്ട് വന്നു. അതിലും എനിക്ക് ജയിക്കാൻ സാധിച്ചില്ല, അതിലും ഞാൻ തോറ്റു. അപ്പോൾ ഞാൻ വിചാരിക്കുക, മാതാവേ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചല്ലോ, ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എനിക്ക് നീ തരാഞ്ഞ എന്താ, ഞാൻ കാരുണ്യ പ്രവൃത്തിയും പ്രേക്ഷിത പ്രവൃത്തിയൊക്കെ ചെയ്തല്ലോ, എന്നിട്ട് നീ എനിക്ക് തന്നില്ലല്ലോ, ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചതല്ലേ, എനിക്ക് ഒരെണ്ണമെങ്കിലും പാസ്സാക്കി തരാമായിരുന്നല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പിന്നീട് എനിക്ക് ഉടമ്പടി പുതുക്കാനുള്ള എനിക്കൊരു ശക്തിയില്ല, ഞാൻ ഉടമ്പടിയിൽ ഞാൻ ഇനി ചെയ്യത്തില്ല എന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഉടമ്പടിയിൽ എനിക്കിനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് ഞാൻ കരുതി. കാരണം എനിക്ക് പ്രാർത്ഥിച്ചിട്ടൊന്നും കിട്ടിയില്ല, ഭയങ്കര വിഷമമായി. അങ്ങനെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ യൂട്യൂബ് തുറന്നപ്പോൾ ഞാനൊരു സാക്ഷ്യം കാണാനിടയായി. ഒരു കുട്ടി ഇങ്ങനെ ആദ്യ ഉടമ്പടി എടുത്ത് എന്നെ പോലെ തന്നെ ഉഴപ്പി രണ്ടാമത് വളരെ ശക്തിയോടെ കൂടെ ഓരോ കാര്യങ്ങൾ ചെയ്ത് അവർക്ക് പുറത്ത് എബ്രോഡ് പോകാൻ പറ്റിയ ഒരു സാക്ഷ്യമാണ് ഞാൻ കാണുന്നത്. അപ്പം ഞാൻ തന്നെ ചോദിച്ചു, എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റുമോ, എനിക്കിങ്ങനെ പണ്ടത്തെ പോലെ ഭയങ്കര ശക്തിയോടെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ, എന്നെക്കൊണ്ടിത് പറ്റത്തില്ല, എനിക്കിനി പ്രാർത്ഥിച്ച് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമം, അതുകൊണ്ട് ഞാൻ ഇത് നിർത്തുക എന്നുള്ള മൈൻഡിലായി. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കത്തൊന്നുമില്ല, പുതുക്കിയില്ല, ഒന്നും ചെയ്തില്ല. എൻ്റെ എക്സാം സ്ലോട്ടിന് വേണ്ടി ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നു. എന്നിട്ടും എനിക്ക് എക്സാം സ്ലോട്ടൊന്നും കിട്ടുന്നില്ല. ആകെ ഉള്ളത് ഒരു മൊഡ്യൂളാണ്, എനിക്ക് സ്ലോട്ടൊന്നും കിട്ടുന്നില്ല. ബാക്കി 3 മൊഡ്യൂൾ ഇപ്പോഴും പെൻഡിങ് ആണ്. അങ്ങനെ കുറേ ഞാൻ നടന്നു. ആ സമയത്ത് എൻ്റെ കല്യാണം കഴിഞ്ഞു. സെപ്റ്റംബറിലായിരുന്നു എൻ്റെ വിവാഹം. അത് ഞാൻ ഒക്ടോബറിൽ ഒന്നും കൂടെ എക്സാം എഴുതാനായിട്ട് ഞാൻ കൊച്ചിയിൽ പോയി. ലേസൺ മൊഡ്യൂളാണ്.
ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല, മാതാവിനെ പ്രാർത്ഥിച്ചിട്ടില്ല എന്തെങ്കിലും എഴുതാം, കാരണം എഴുതുന്നതൊന്നും കിട്ടുന്നില്ല, ചുമ്മാ എഴുതി നോക്കാം എന്നുള്ളൊരു മൈൻഡാണ് ഞാൻ പോകുന്നത്. അവിടെ ചെന്നപ്പോൾ ഒരു ആൻറ്റി കൃപാസനത്തിലെ പത്രം കൊടുക്കുന്നു, തൈലം കുരിശ് വരയ്ക്കുന്നു, നെറ്റിയിൽ കുരിശ് വരച്ച് തരുന്നു, ഉപ്പ് തരുന്നു, കാശുരൂപം തരുന്നു, അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ ചെന്നു, അപ്പോൾ എനിക്ക് പത്രവും കാശുരൂപവും തൈലമൊക്കെ തന്നു. അങ്ങനെ ഞാൻ എക്സാം ഹാളിൽ കയറി. ആദ്യത്തെ ഒരു 9 ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് എനിക്കൊന്നും അറിയത്തില്ല. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഇതിന് തോറ്റുപോകും. കാരണം ആദ്യത്തെ 9 ജയിച്ചാൽ ഒരു 30 മാർക്ക് വേണം 60-ൽ. 100-ൽ അത് റൗണ്ടാക്കിയത് 60 ആക്കുവാണ്. ആ 30 മാർക്കിൽ ആ 9 തെറ്റിപ്പോയി. പിന്നെ ബാക്കിയുള്ളതിന് എനിക്ക് ഉറപ്പുമില്ല കിട്ടുമെന്നും. അങ്ങനെ ഞാൻ കുറേ നേരം അതും വെച്ചുകൊണ്ടിരുന്ന അവസാനം ടൈം ആയപ്പോൾ ഞാൻ എന്തൊക്കെയോ കറക്കി കുത്തി ഞാൻ കൊടുത്തു. പിന്നെ എനിക്ക് ഭയങ്കര വിഷമം വരാൻ തുടങ്ങി. കാരണം എഴുതുന്ന പരീക്ഷകളെല്ലാം തോറ്റുക, ചുമ്മാ പൈസ പോയിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ എപ്പോഴും തോറ്റെന്ന് പറയാനായിട്ട് ഭയങ്കര വിഷമമാണ്. എല്ലാവരും ചോദിക്കും ആ റിസൾട്ട് എന്തായി, കിട്ടിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല കിട്ടിയില്ലെന്നൊക്കെ പറയാൻ ഭയങ്കര വിഷമം. അപ്പം ഞാൻ വീണ്ടും മാതാവിനോട് പ്രാർത്ഥിച്ച, അമ്മേ എനിക്ക് ഇതിൽ എന്തെങ്കിലും കിട്ടുമോ, എനിക്ക് തരുമോ, ഇനി എനിക്ക് വയ്യ, എക്സാം എഴുതി ഞാൻ കുഴയുക, എനിക്ക് ഇതിനെങ്കിലും എന്നെ ഒന്ന് ജയിപ്പിച്ച് തരണം, ഒരു 60 മാർക്ക് തന്ന് എന്നെ ഒന്ന് ജയിപ്പിക്കണേന്ന് ഞാൻ കണ്ടിന്യൂസ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ കരഞ്ഞു നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ റിസൾട്ട് വന്നു. എൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 63 മാർക്ക് തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് അധികം വിശ്വാസമില്ല, കൃപാസനത്തിൽ എന്നെ കൊണ്ടാക്കും, അകത്തോട്ടൊന്നും വരത്തില്ല. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, എനിക്കിങ്ങനെ പ്രാർത്ഥിച്ചില്ല, എനിക്ക് മാതാവ് എനിക്ക് തന്നെയാ, എനിക്ക് എന്തായാലും ഇനി അടുത്ത ഉടമ്പടി എടുക്കണം. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി, 2ാമത്തെ ഉടമ്പടി പുതുക്കി. അങ്ങനെ എൻ്റെ എക്സാം സ്ലോട്ട് എനിക്ക് ലഭിച്ചു. സ്പീക്കിങ്ങിനാണ് ഞാൻ എക്സാം എഴുതാൻ പോകുന്നത്. ആ സമയത്ത് സ്പീക്കിങ്ങിന് ആ സെൻറ്ററിൽ കിട്ടിയ എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. അതിൽ നിന്നൊരു കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചു, നമുക്ക് സ്പീക്കിംഗ് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ഞാൻ ആ കുട്ടിയായിട്ട് എല്ലാ ദിവസവും സ്പീക്ക് ചെയ്യാൻ തുടങ്ങി. എൻ്റെ എക്സാം ഡേയിൽ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഒരു ബോർഡിൽ എഴുതിയിട്ടേക്കുവാണ് ആരൊക്കെയാ പാർട്ട്ണർ എന്നുള്ള രീതിയിൽ. അപ്പോൾ എൻ്റെ പേരിൻ്റെ അടുത്ത് ആ കുട്ടി, ഞാൻ നേരത്തെ പ്രാക്ടീസ് ചെയ്ത ആ കുട്ടിയാണ് എനിക്ക് അവിടെ പാർട്ട്ണറായി കിട്ടിയത്. അത് അമ്മ മാതാവ് തന്നെ തന്നതാണ്, അവൾ ഉടമ്പടി എടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ 2 പേരും എക്സാം അറ്റൻഡ് ചെയ്തു. റിസൾട്ട് വന്ന ദിവസം ഞങ്ങൾ 2 പേരും ജയിച്ചു. എനിക്ക് 77 മാർക്ക് തന്ന അമ്മ മാതാവിനെ അനുഗ്രഹിച്ചു. അമ്മ മാതാവിൻ്റെ അടയാളമായ 7 എന്നുള്ളൊരു നമ്പർ അതിലെനിക്ക് തന്നു. ആ സമയത്ത് ഞാൻ ഉടമ്പടി എല്ലാം കറക്റ്റായിട്ട് ഞാൻ ചെയ്തു. ഞാനൊരു ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ, നല്ല രീതിയിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ, കാര്യങ്ങളെല്ലാം ചെയ്യാമെന്നൊക്കെ. പക്ഷേ അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു ഉടമ്പടി എടുത്ത്, അവളെനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. എനിക്കെല്ലാം പ്രാർത്ഥിക്കുവാനും കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ ഉടമ്പടി നല്ല രീതിയിൽ പാലിക്കാൻ തുടങ്ങി. ആ സമയത്ത് അപ്പോൾ എൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്, എൻ്റെ കോൺട്രാക്റ്റ് കിട്ടുന്നുണ്ട്, ബെഷൈഡ് കിട്ടുന്നുണ്ട്. പക്ഷേ എൻ്റെ മൊഡ്യൂള് സ്പീക്കിംഗ് ഓൾറെഡി കിട്ടി. പിന്നെ എനിക്ക് റൈറ്റിംഗ് മൊഡ്യൂളാണ് കിട്ടാനുള്ളത്. റൈറ്റിംഗ് മൊഡ്യൂൾ ഞാൻ വിചാരിച്ച് ഭയങ്കര ഈസി ആയിരിക്കും, കാരണം നമുക്ക് കാണാതെ പഠിച്ചു പോയി എഴുതാം എന്നുള്ളൊരു മൈൻഡാണ് എനിക്ക് ഫുള്ള്. പക്ഷേ എനിക്കൊണ്ട് കാണാതെ പഠിക്കാൻ പോയിട്ട് എനിക്കൊന്നും സാധിക്കുന്നില്ല. എനിക്ക് പഠിക്കുന്ന എല്ലാം മറന്നു പോവുകയാണ്, എനിക്കൊന്നും ഗ്രാമറും എല്ലാം എനിക്ക് തെറ്റിപ്പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ വീണ്ടും ഇവിടെ വന്ന് നല്ല രീതിയിൽ ശക്തമായി മാതാവിനെ കൂട്ടുപിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സമയത്തൊക്കെ എൻ്റെ നേഴ്സിംഗ് പഠനത്തിന് ശേഷം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ജോലിക്ക് കയറി. എനിക്ക് മാത്രം ജോലിക്കൊന്നും ഞാൻ കയറില്ല, കാരണം ഞാൻ ജർമ്മൻ പഠിക്കുന്നതുകൊണ്ട് എനിക്ക് ജോലിക്കൊന്നും കയറാൻ സാധിച്ചില്ല. പക്ഷേ എനിക്ക് ജർമ്മനും ഒരു ലെവലിൽ എനിക്ക് എത്താൻ സാധിക്കുന്നില്ല, എനിക്ക് ജോലിയും കിട്ടുന്നില്ല. അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ പല സ്ഥലങ്ങളിൽ ജോലിക്ക് തിരക്കി, പക്ഷെ അവിടെയൊന്നും എനിക്ക് കിട്ടിയില്ല. അവർ പറഞ്ഞു ഫ്രഷറാണ്, നിങ്ങൾക്ക് എടുക്കാൻ പറ്റത്തില്ല, എടുക്കുവാണെങ്കിൽ 2 വർഷത്തെ ഒരു കോൺട്രാക്റ്റ് വെച്ചാലേ അവരെടുക്കത്തുള്ളൂ. അപ്പോൾ എനിക്ക് 2 വർഷം അവിടെ നിൽക്കാൻ എന്നെക്കൊണ്ട് സാധിക്കത്തില്ല. അങ്ങനെ ഞാൻ വേണ്ട, ജോലിക്ക് വേണ്ട, ജർമ്മൻ തന്നെ പഠിക്കാം, എന്തായാലും എഴുതി നോക്കാം എന്നുള്ളൊരു മൈൻഡിൽ പിന്നെ അടുത്ത ഡേറ്റ് എടുത്തു. റൈറ്റിംഗ് ആണ്. റൈറ്റിംഗ് അപ്പോൾ ഞാൻ 2 സ്ഥലത്താണ് എടുത്തത്. ചെന്നൈയിലും എടുത്തു, വേറൊരു സ്ഥലത്തും കൂടെ എടുത്തായിരുന്നു. അപ്പോൾ ആദ്യം ചെന്നൈയിൽ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അത് കിട്ടിയില്ല. ചെന്നൈയിൽ ആ സമയത്ത് ഞാൻ അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനം കണ്ടപ്പോൾ അച്ഛൻ ആ ധ്യാനത്തിൽ പറയുന്നുണ്ട്, ഒരു കുട്ടി ഇങ്ങനെ എക്സാം
റിസൾട്ട് വന്നിട്ട് കിട്ടാണ്ട് അച്ഛനമ്മമാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് കിടന്ന് കരയുന്നതായിട്ട്. അപ്പോൾ അന്നത്തെ ദിവസം എനിക്ക് എൻ്റെ മനസ്സിലിങ്ങനെ പറയാം, ഇന്ന് എൻ്റെ റിസൾട്ട് വരും, എനിക്കിത് കിട്ടത്തില്ല. അപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മാതാവേ, എനിക്ക് അഥവാ എക്സാമിന് തോറ്റുപോയാലും അമ്മ മാതാവിന് എനിക്ക് കൈ വിടരുതേ, എൻ്റെ കൂടെ തന്നെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റണേ, എനിക്ക് എക്സാം എന്തായാലും എഴുതി എന്തായാലും എനിക്ക് പാസ്സാവണം. പക്ഷേ ഈ എക്സാം എങ്ങനെ തോറ്റുപോയാൽ എനിക്ക് പ്രാർത്ഥിക്കാനുള്ള ശക്തി എന്നിൽ നിന്ന് പോവരുതേന്ന് ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ വിചാരിച്ച പോലെ തന്നെ എനിക്ക് എന്താ റിസൾട്ട് വന്നു, അതെനിക്ക് കിട്ടിയില്ല. വെറും 51 മാർക്കാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ എനിക്ക് വിഷമമൊന്നുമില്ല, കാരണം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എനിക്ക് പ്രാർത്ഥനയിൽ നിന്ന് ഞാൻ പിന്തിരിയല്ലേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ വേറൊരു സെൻറ്ററിൽ ഞാൻ എക്സാം ഡേറ്റ് എടുത്തു. അവിടെ ചെന്നപ്പോൾ എക്സാം ഇൻവിജിലേറ്ററായിട്ട് ഒരു ലേഡി മാതാവിനെ പോലെ തന്നെ ഇരിക്കുക. ഞാൻ പിറ്റേ ദിവസം യൂട്യൂബിൽ സന്ധ്യാപ്രാർത്ഥന കാണുന്ന സമയത്ത് മാതാവിൻ്റെ ഈ ഫോട്ടോയിൽ മാതാവിൻ്റെ കണ്ണുകൾ ശ്രദ്ധിക്കാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, മാതാവിൻ്റെ കണ്ണിലോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ ആ ഇൻവിജിലേറ്ററിനെ പിറ്റേ ദിവസം ഞാൻ എക്സാം സെൻറ്ററിൽ ചെന്ന് ഇൻവിജിലേറ്ററിനെ കാണുമ്പോൾ അതേ മാതാവിൻ്റെ സെയിം കണ്ണാണ് ആ ഇൻവിജിലേറ്ററിന്. ഇത്രയും ഫേസ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. മാതാവിനെ പോലെ ഫുൾ ഡ്രസ്സൊക്കെ ഇട്ടാണ് ഇൻവിജിലേറ്റർ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, എന്തായാലും ഇതെനിക്ക് അമ്മ മാതാവ് എനിക്ക് എന്തായാലും തരും. അന്നൊരു ചൊവ്വാഴ്ച ദിവസമാണ് ഞാൻ എക്സാം എഴുതുന്നത്. എൻ്റെ റിസൾട്ട് വരുന്നതിന് തൊട്ട് മുന്നേ വരെ ഞാൻ ഭയങ്കര പ്രാർത്ഥനയാണ്. കാരണം ഇതും കൂടെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്കിനി വയ്യ. കാരണം ഭയങ്കര പൈസയാണ് ഓരോ എക്സാം എഴുതാനായിട്ട്, ചുമ്മാ പൈസ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇതും കൂടെ കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് പറയും, എൻ്റെ അച്ഛനും അമ്മയടിക്കലൊക്കെ ഞാൻ എന്ത് പറയും, എനിക്ക് കിട്ടിയില്ല എന്ന് പറയാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല. അങ്ങനെ ഞാൻ മാതാവിനോട് വളരെ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ എനിക്ക് ഓരോ എക്സാം കിട്ടാതായിരിക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ ഒരു വചനമാണ്, കർത്താവിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നീ താഴ്മയെ അപേക്ഷിക്കുവിൻ, അവിടുന്ന് നിന്നെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും. അത് മാത്രം ആ വചനം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ റിസൾട്ട് വരുന്നൊരു ദിവസം എനിക്ക് ഭയങ്കര ടെൻഷനായി. ഇത് കിട്ടിയില്ലെങ്കിൽ എനിക്കറിയത്തില്ല, ഞാൻ ഇത് ഡ്രോപ്പ് ചെയ്ത് പോകുമെന്നുള്ളൊരു മൈൻഡാണ് എനിക്ക്. കാരണം കുറേ എഴുതിയിട്ടും കിട്ടുന്നില്ലല്ലോ. റിസൾട്ട് വന്നു. ഞാൻ റിസൾട്ട് വന്നെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ റൂമിൽ പോയി പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ തുടങ്ങി. അതുപോലെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നിനക്ക് ഈ എക്സാം പാസ്സാവുകയാണെങ്കിൽ നിൻ്റെ കൂടെ ഞാൻ കൃപാസനത്തിൽ വരും, എന്നെ കൊണ്ട് അവിടെ ഇറക്കിയിട്ട് പോകത്തേ ഉള്ളൂ, അകത്തോട്ട് വരത്തില്ല. അപ്പോൾ എന്നോട് ഇങ്ങോട്ട് പറയുക, ഈ എക്സാം പാസ്സാവുകയാണെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ കൃപാസനത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുമെന്ന്. എൻ്റെ റിസൾട്ട് വരുന്ന ദിവസം ഞാൻ അമ്മ മാതാവിനോട് കരഞ്ഞിന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ റിസൾട്ട് ഞാൻ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഞാൻ ആദ്യം തന്നെ എൻ്റെ അമ്മ മാതാവിൻ്റെ ഫോട്ടോയിലാണ് ഞാൻ കാണിച്ചു കൊടുക്കുന്നത്. അമ്മേ, നീ കണ്ടിട്ട് പറ ഞാൻ തോറ്റോ ഇല്ലേന്ന്. തോറ്റെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം, എനിക്കിത് ആലോചിക്കാൻ കൂടി വയ്യ. അന്നത്തെ ദിവസം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാനായിട്ട് രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു സ്വപ്നം കണ്ടു. എനിക്ക് 71 മാർക്കാണ് റൈറ്റിംഗ് മൊഡ്യൂളിന് കിട്ടുന്നതെന്ന്. പിറ്റേ ദിവസം തന്നെ എൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് 70 മാർക്ക് എന്ന് അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പിന്നീടുള്ള എൻ്റെ പ്രോസസ്സിങ് എൻ്റെ വിസയുടെ പ്രോസസ്സിങ് ആയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മൊഡ്യൂളും ഈ എക്സാമെല്ലാം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന എല്ലാ അമ്മ മാതാവിൻ്റെ അടയാളമുണ്ട്. എൻ്റെ മാർക്കുകളിലാണെങ്കിലും 70ഉം 77ഉം അങ്ങനെ എല്ലാം അമ്മ മാതാവിൻ്റെ അടയാളത്തിലാണ്. എല്ലാം എനിക്ക് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ് കിട്ടിയത്. ഞാൻ ആദ്യമൊക്കെ ഉടമ്പടി ഉഴപ്പിയെങ്കിലും ഞാൻ ഇങ്ങോട്ട് വരത്തില്ല എന്ന് പറഞ്ഞു പോയ ഒരു വ്യക്തിയാണ്. പിന്നീട് മാതാവ് തന്നെ എന്നെ ഇങ്ങോട്ട് വരുത്തിച്ചു. അതിന് ഈശോപ്പയോടും അമ്മ മാതാവിനോട് 1000 നന്ദി പറയുന്നു. പിന്നെ എൻ്റെ വിസയ്ക്ക് വെച്ച സമയത്ത് ഞാൻ എല്ലാവരും പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ 7ാമത്തെ പേജിൽ തന്നെ വിസ അടിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ വിസ ഞാൻ ഇവിടെ വന്നിരുന്നാണ് ഞാൻ ഓപ്പൺ ആക്കി നോക്കുന്നത്. അപ്പോൾ അതിലൊരു പേപ്പർ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി, കാരണം എങ്ങനെ റിജക്ഷൻ ആണോ എന്ന്. പക്ഷേ ആ പേപ്പറിൽ 7ാം തീയതിയിലാണ് എൻ്റെ പേയ്മെൻറ്റ് നടത്തിയെന്നുള്ളൊരു പേപ്പറായിരുന്നു. അങ്ങനെ എൻ്റെ വിസ കയ്യിൽ കിട്ടി. ഞാൻ ഈ മാസം 15ാം തീയതിയിലേക്ക് ജർമ്മനിയിലേക്ക് പോവുകയാണ്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്നെ ഈശോപ്പയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ ഞാൻ വചനങ്ങൾ പത്രത്തിൽ എഴുതുമായിരുന്നു. എന്നിട്ട് കൂടുതൽ കൊടുക്കുന്നത് ഈ ലാബുകളിലൊക്കെ ഫ്രണ്ടിൽ ഇരിക്കുന്ന കുറേ രോഗികൾക്കായിരുന്നു. കാരണം അവർ കുറേ നേരം വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് അത് വായിക്കുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് വായിക്കണം, കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടേ ഞാൻ കൊടുക്കാറുള്ളൂ. പിന്നെ ആശുപത്രിയിൽ പോയി രോഗികളെ കണ്ട് പത്രം കൊടുക്കുമായിരുന്നു.
പിന്നെ എനിക്ക് എന്നെ അറിയാവുന്നതും എനിക്ക് കൂടുതൽ ബാക്കി ഈ ഉടമ്പടി എടുത്ത് ഉഴപ്പി നടക്കുന്നതായിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവരോട് പറയുന്നത് വെച്ചാൽ എൻ്റെ അവസ്ഥ ഞാൻ അവരോട് ഷെയർ ചെയ്യുമായിരുന്നു. എനിക്കിങ്ങനെ ഉടമ്പടി എടുത്ത് ഉഴപ്പി എനിക്ക് ആദ്യം കിട്ടിയില്ലെന്നും പറഞ്ഞ് ഞാൻ പോയി എന്നുള്ള രീതിയിലൊക്കെ ഞാൻ പറയും. പിന്നെ എനിക്ക് ഉടമ്പടി എടുത്തിട്ടാണ് എൻ്റെ കാര്യങ്ങളെല്ലാം നടന്നത്. അതിനിടയ്ക്ക് എനിക്ക് ഉടമ്പടി പിന്നെ പുതുക്കിയപ്പോൾ എനിക്ക് അമ്മ മാതാവിനെയാണ് കൈ കിട്ടിയത്. അപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായി എനിക്ക് അമ്മ മാതാവ് എന്തായാലും എന്നെ ഈ വർഷം എന്നെ ജർമ്മനിയിൽ കൊണ്ടുപോകുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോപ്പയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി ഞാൻ പറയുന്നു. എൻ്റെ സാക്ഷ്യം ഞാനിവിടെ സമർപ്പിക്കുകയാണ്. ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായം 2-ാം വാക്യം. ഇതാ ദൈവമാണ് എൻ്റെ രക്ഷ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്, അവിടുന്ന് എൻ്റെ രക്ഷകനായിരിക്കുന്നു. അഞ്ജന എസ് ആലപ്പുഴ തൻ്റെ അനുഭവ സാക്ഷ്യം പ്രത്യക്ഷീകരണ മാതാവിലൂടെ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച അനുഭവ സാക്ഷ്യത്തെ നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. എപ്രകാരമാണ് പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഈ മകളുടെ ജീവിതത്തിൽ ഉണ്ടായതെന്ന് ഈ മകള് വളരെ സന്തോഷത്തോടെ പങ്കുവെക്കുകയായിരുന്നു. ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും തൻ്റെ മെറിറ്റിൽ ഇടയ്ക്കൊക്കെ ആശ്രയിക്കുകയും അതുപോലെ തന്നെ ഉടമ്പടി ജീവിതത്തിൽ നിന്ന് കുറേയൊക്കെ പിന്നോക്കം പോവുകയൊക്കെ ചെയ്ത രീതികൾ ഈ മകൾ തൻ്റെ അനുഭവത്തിലൂടെ പങ്കുവെക്കുകയുണ്ടായി. പിന്നെ അങ്ങോട്ട് ഒരു മാറ്റമുള്ള ജീവിതത്തിലേക്ക് ഉടമ്പടി പുതുക്കുകയും ഉടമ്പടി ജീവിതത്തിലേക്ക് പുതിയ വഴിത്തിരിവായിട്ട് മാറുകയും അതോടൊപ്പം എൻ്റെ യോഗ്യത കൊണ്ടല്ല അവിടുത്തെ കൃപ കൊണ്ടാണ് എനിക്കെല്ലാം നേടിത്തന്ന വിശ്വാസത്തോടു കൂടിയാണ് പരിശുദ്ധ പ്രത്യക്ഷീകരണ അമ്മയുടെ സാന്നിധ്യം മുമ്പിൽ ഈ മകൾ ആയിരിക്കുക ചെയ്യുക. അതുപോലെ തന്നെ എപ്രകാരം ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗം എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് ഈ മകൾ പങ്കുവെക്കുകയുണ്ടായി. പരീക്ഷയ്ക്ക് പോകുമ്പോഴും ഉപയോഗിക്കാതെ കണ്ട് തിരിച്ചു വരുമ്പോഴും അത് മറന്നു പോകുമ്പോഴും അതിലൊരു പരാജയം ഉണ്ടാകുമ്പോഴും അനുഭവിക്കുക കൃത്യമായിട്ട് അപ്പം ഞാൻ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. എന്നാൽ കൃത്യമായിട്ടും വിശ്വാസത്തോടും പ്രാർത്ഥനയോടും ഉപയോഗിക്കുമ്പോൾ അതിനുത്തരം പരിശുദ്ധ അമ്മയിലൂടെ ഈ മകൾക്ക് ലഭിക്കുകയുണ്ടായി. പരിശുദ്ധ അമ്മയിലൂടെ ഈ മകൾക്ക് അനുഭവിച്ച എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഒപ്പം പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് നിരവധി അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാനായിട്ടും ഇനി പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ മകളെയും അനുഗ്രഹിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒപ്പം നമ്മൾ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് സാക്ഷ്യങ്ങൾ പങ്കുവെക്കാൻ ഓരോരുത്തരും അനുഗ്രഹിക്കണമേ എന്ന് ഈ നിമിഷം നമുക്ക്